ആ യാത്രയിൽ അനൂപ് സാറിൻ്റെ കൂടെ രജനീകാന്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പല വാർത്തകളും വന്നു. പക്ഷേ അത് വളരെ രസകരമായിട്ടാണ് യൂട്യൂബിൽ അവതരിപ്പിച്ചത്. ആ സമയത്ത് ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ എളിമ, അദ്ദേഹം ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളാണെന്നുള്ള യാതൊന്നും കാണിക്കാതെ എന്നെ ആകർഷിച്ച കാര്യം അതൊക്കെയാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് അതാണ്, സാറിൻ്റെ കൂടെ ആരാ വന്നിരിക്കുന്നത്? ആരുമില്ലേ, ഞാൻ തനിയെ വന്നിരിക്കുക. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ മലയാള സിനിമയിൽ ഇന്നലെ വന്ന ആൾക്ക് പോലും 5-6 അസിസ്റ്റന്റുകൾ ഉണ്ടാവും. നിർമ്മാതാവ് കൊടുക്കുന്നത് ഞാനല്ലേ. ഈ കൊറോണ സമയം ആയതുകൊണ്ടാണോ തിരിച്ചറിയാൻ പറ്റാതെ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടോ? അല്ല, അദ്ദേഹത്തിന് അതൊരു വലിയ പ്രശ്നമാണ്. യാത്ര ചെയ്യുമ്പോൾ വിമാനം തന്നെ ഒരു ദുരന്തത്തിലായി പോയില്ലെങ്കിൽ അതുപോലെ അദ്ദേഹം ആരാണെന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ശിവജി റാവു എന്നാണ്. അപ്പോൾ എയർ ഹോസ്റ്റസിനും അറിയില്ല ഇത് രജനീകാന്താണ്. ടിക്കറ്റിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ വളരെ സൈലൻ്റായിട്ട് ആർക്കും മനസ്സിലാവും. അദ്ദേഹം അടുത്തിരുന്നുകൊണ്ട് എനിക്ക് ഉറപ്പില്ല. കാരണം നമ്മൾ സിനിമയെ കാണുന്ന മാതിരിയൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ ടേക്ക് ഓഫിന് മുമ്പ് ഞാൻ അങ്ങനെ പതുക്കെ ഒരു സെൽഫി എടുത്തു. ആൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ആ സെൽഫി ഇപ്പോൾ കയ്യിലുണ്ടോ? ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനത് ഒരു രജനി ഫാനിനെ അയച്ചു കൊടുത്തു. ചുമ്മാ ഒന്നും പറയാതെ വെറുതെ അയച്ചു കൊടുത്തു. അയാൾ ഉടനെ മായി തലൈവാനെന്ന് മഞ്ഞ മറുപടി സെക്കൻഡുകൾക്കുള്ളിൽ അത് ഫാൻസിൻ്റെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടുന്നു. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഡൽഹിക്ക് പോവുകയാണെന്ന് മാത്രമേ കേട്ടുള്ളൂ. ഞാൻ ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് ഇത് വലിയ സംഭവമായി വാർത്തയായി കാര്യങ്ങളായിരുന്നുള്ളത്. അതാണ്. Watch full video on ABC Malayalam Business.